ചാലക്കുടിയുടെ യശസ് ഉയർത്തിയ നടുവം കവികളുടെ ഓർമ്മയ്ക്കായി നമ്മൾ നടത്തിവരുന്ന നടുവം കാവ്യോത്സവം 2024 ചാലക്കുടി നഗരസഭ കലാഭവൻ മണി പാർക്കിൽ വെച്ച് ഡിസംബർ 1 തീയതി വൈകിട്ട് 4 മണിക്ക് ആരംഭിക്കുകയാണ്. ഈ വൈകിട്ട് 4 മണിക്ക് ആരംഭിക്കുന്നത് കാവ്യാലാപനത്തോടു കൂടിയാണ്. നമ്മുടെ ഇവിടെ മത്സരം നടത്തി വിജയിച്ച മത്സര വിജയികളിൽ ഫസ്റ്റ് പ്രൈസ് വാങ്ങിച്ചതും സെക്കൻഡ് പ്രൈസ് വാങ്ങിച്ചതും തേർഡ് പ്രൈസ് വാങ്ങിച്ചതുമായിട്ടുള്ള വിജയികളാണ് ഈ കാവ്യാലാപനം നടത്തുന്നത്. അതുപോലെ തന്നെ കവിയരങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനായിട്ടുള്ള പ്രശസ്ത കവി ശ്രീ സച്ചിദാനന്ദൻ പുഴങ്കരയാണ്. പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന നടുവം കാവ്യോത്സവത്തിന്റെ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യുന്ന ചാലക്കുടിയുടെ പ്രിയങ്കരനായ MP ശ്രീ ബെന്നി ബെഹനാൻ അവറുകളാണ്. ഇനി നമുക്ക് ഇതിന്റെ പരിപാടികളെ കുറിച്ച് പറയുകയാണെങ്കിൽ വൈകിട്ട് അതിനുശേഷം ഈ പൊതു സമ്മേളനത്തിന് ശേഷം പൊതു സദസ്സിന് ശേഷം കൈകൊട്ടിക്കളി, ഭരതനാട്യം, മോഹിനിയാട്ടം തുടങ്ങിയ കലാപരിപാടികളൊക്കെ തന്നെ ഉണ്ടായിരിക്കും. കലാഭവൻ മണി പാർക്കിൽ വെച്ച് വിപുലമായിട്ടാണ് ഈ പരിപാടി നമ്മൾ ഈ പ്രാവശ്യം സംഘടിപ്പിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ കുറച്ചുകൂടെ മികച്ചതായിട്ടാണ് ഈ പ്രാവശ്യവും ഈ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. ചാലക്കുടിക്കാരെ മുഴുവൻ ഈ പരിപാടിയിലേക്ക് നമ്മൾ ക്ഷണിക്കുകയാണ്. ഇത്രയും വലിയൊരു പരിപാടി നമ്മുടെ ചാലക്കുടിയുടെ പേര് വാനോളം ഉയർത്തിയ നടുവം കവികൾ മലയാള ഭാഷയ്ക്ക് നൽകിയ സംഭാവനകളും കാര്യങ്ങളൊക്കെ നമുക്ക് ചാലക്കുടിയിലെ എല്ലാവർക്കും അറിയാവുന്ന പച്ചമലയാളം എന്ന് പറയുന്ന മലയാള ഭാഷയ്ക്ക് നൽകിയ വലിയ സംഭാവനകളെ കുറിച്ചൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഈ സ്കൂൾ തലത്തില് വിജയികളായിട്ടുള്ളത് ഹരിത സുരേഷ് ഫസ്റ്റ് പ്രൈസ് നേടിയത്, സെക്കൻഡ് പ്രൈസ് നേടിയത് ആയിഷ മെഹറിൻ, തേർഡ് പ്രൈസ് നേടിയത് നിതുന മരിയ ബിജു. ഇവരാണ് സ്കൂൾ തലത്തില് നമുക്ക് സമ്മാനം നേടിയ ആളുകൾ. ഇനി കോളേജ് ലെവലിലേക്ക് പോകുമ്പോൾ അവിടെ മില KM ആണ് ഫസ്റ്റ് പ്രൈസ് നേടിയത്. സെക്കൻഡ് പ്രൈസ് മില. ഹരീഷ് സുബ്രൻ ആണ് സെക്കൻഡ് പ്രൈസ് നേടിയത്. കവിതാ രചന മത്സര വിജയികള് സ്കൂൾ ലെവല് ആര്യനന്ദ ജോബി ആണ് ഫസ്റ്റ് പ്രൈസ് നേടിയത്. ഋതിക സുരേഷ് ആണ് സെക്കൻഡ് പ്രൈസ് നേടിയത്. ആദിലക്ഷ്മി PR ആണ് തേർഡ് പ്രൈസ് നേടിയത്. ഇവരൊക്കെയാണ് ഈ മത്സരങ്ങളിൽ നടത്തിയ കാവ്യാലാപന മത്സരങ്ങളിൽ നടുവം കവികളുടെ വാർഷിക പരിപാടികളുമായി ബന്ധപ്പെട്ട് ചാലക്കുടിയിൽ നടത്തിയ കാവ്യാലാപന മത്സരങ്ങളിൽ പ്രൈസ് നേടിയ വിജയികൾ ഇവരൊക്കെ തന്നെയാണ്. ഇവരുടെയൊക്കെ പരിപാടികൾ അന്ന് 4 മണി മുതൽ കാവ്യാലാപനം നമ്മൾ ഈ കലാഭവൻ മണി പാർക്കിൽ വെച്ച് നടത്തും. അതിനുശേഷം പൊതുസമ്മേളനം, അതിനുശേഷം കലാപരിപാടികൾ. ഇതാണ് നമ്മൾ ഇപ്രാവശ്യം നടത്താൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ. എന്ന് പറയാൻ കുറച്ചു കാലം ഇപ്പൊ പൈലപ്പേട്ടൻ തുടങ്ങി വെച്ച ഒരു കാവ്യോത്സവ പരിപാടിയാണതെങ്കിൽ പോലും കഴിഞ്ഞ 2000 ഈ കോവിഡും വെള്ളപ്പൊക്കൊക്കെ കാരണം നമ്മൾ പതുക്കെ അത് ചെറുതാക്കിയെങ്കിൽ ഈ തവണ അത് ഭംഗിയായി നടത്താനായിട്ട് തീരുമാനിക്കുകയുണ്ടായി. അതിന് വിപുലമായ ആലോചന യോഗങ്ങളും മറ്റൊക്കെ നടത്തുന്നുണ്ടായി. എന്തായാലും ഇപ്പോൾ ഈ പരിപാടി കഴിഞ്ഞ മത്സര വിജയികൾക്കുള്ള മറ്റുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. വളരെ ചിട്ടയായ പ്രവർത്തനത്തിലൂടെ മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ബഹുമാനപ്പെട്ട MP ആണ് ഉദ്ഘാടനം ചെയർമാൻ പറഞ്ഞു. പിന്നെ ഇതിൽ ഏറ്റവും നന്നായി ഇത് ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ഞങ്ങളെല്ലാ കൗൺസിലർ പ്രതിപക്ഷ നേതാവ് അടക്കം അദ്ദേഹത്തിൻ്റെ വാർഡിലുള്ള ആളുകളൊക്കെ അതിൽ പങ്കെടുപ്പിച്ചുകൊണ്ട് തിരുവാതിരക്കളിയും പിന്നെ അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സിനോജിൻ്റെ വാർഡിൽ നിന്നുള്ള കൈക്കൊട്ടികളി അവരൊക്കെ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. എന്തായാലും വിപുലമായിട്ടുള്ള ഒരു പരിപാടിയാണ് നടത്താൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇവിടെ മുനിസിപ്പൽ ചെയർമാനും അതുപോലെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും സൂചിപ്പിച്ച പോലെ നമ്മുടെ ചാലക്കുടിയുടെ യശസ് എക്കാലത്തും മലയാള സാഹിത്യ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള 2 പേരാണ് നടുവം കവികൾ, അച്ഛൻ കവിയും മകൻ കവിയും. അപ്പോൾ ഈ പറഞ്ഞ പോലെ കുറച്ച് കാലങ്ങളിൽ ചില ബുദ്ധിമുട്ടുകൾ കാരണം നമ്മൾ നിർത്തിവെച്ചു. കഴിഞ്ഞ വർഷം അത് വീണ്ടും തുടങ്ങി. ഈ വർഷം അതിനേക്കാൾ
നല്ല രീതിയിൽ ഒറ്റക്കെട്ടായി കൊണ്ട് തന്നെ ചാലക്കുടി നഗരസഭയും നടുവം ലൈബ്രറിയും അതുപോലെ നടുമുറ്റം സാംസ്കാരിക വേദിയുടെ സഹകരണത്തും എല്ലാം കൂടെ ഒറ്റക്കെട്ടായിട്ട് എല്ലാവരും ഒറ്റക്കെട്ടായി ഈ ചാലക്കുടിയുടെ ഒരു ഉത്സവമായിട്ട് തന്നെ നമ്മളിത് ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കവിതകളെയും സംസ്കാരത്തിനെയും മുന്നിൽ കൊണ്ടുവന്ന് കുട്ടികൾക്ക് പരിചയപ്പെടുത്തുക എന്ന ഒരു ഉദ്ദേശം കൂടെ ഇതിൻ്റെ പിന്നിലുണ്ട്. കാരണം ഇന്ന് കേരളം അല്ലെങ്കിൽ ഏത് നാടും സാംസ്കാരികമായി മുന്നേറിയാൽ മാത്രമേ നമുക്ക് ഒരു തിരിച്ചറിവിൻ്റെ പാതയിലേക്ക് പോകാൻ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് ശരിയായ രീതിയിലൊരു സാഹിത്യം, അത് കവിതയായാലും കഥയായാലും പ്രതിരോധത്തിൻ്റെ വഴി എന്ന് പറയുന്നത് സാഹിത്യമാണ്. അപ്പോൾ മലയാളത്തിൻ്റെ ആവശ്യകതയും സാഹിത്യത്തിൻ്റെ പ്രത്യേകിച്ച് കവിതയുടെ ഒരു ആവശ്യവും അതിൻ്റെ പ്രത്യേകതയും മനസ്സിലാക്കി കൊടുത്ത് കുട്ടികളെ കുറച്ചുകൂടെ ബോധവാന്മാരാക്കി മാറ്റുന്നതിനും സമൂഹത്തെ കുറച്ചുകൂടെ ഉണർത്തുവാനും ഇത്തരം കാവ്യോത്സവങ്ങൾക്കും പരിപാടികൾക്കും കഴിയും എന്ന് ഞാൻ കരുതുന്നു.